അൾത്താര ഒരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ. ഞാൻ സൈൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ഈ സർവീസിൽ ആദ്യമായി 70 വയസ്സുള്ള ഒരു ബധിര വ്യക്തി കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് ആ മനുഷ്യൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. സ്നേഹത്തിന്റെ സുവിശേഷം വിളമ്പുന്ന ഒരിടം. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും നിരാശയിൽ നിബന്ധിച്ചവർക്കും വേണ്ടി സ്നേഹത്തിന്റെ സുവിശേഷമാകുവാൻ തലശ്ശേരി അതിരൂപത ആരംഭിച്ച ആദം മിനിസ്ട്രിയുടെയും അതിന്റെ സജീവ പ്രവർത്തകനായ പ്രിയേഷ് എന്ന് വിളിപ്പേരുള്ള ജോർജ് കളരിമുറിയിലിന്റെ വിശേഷങ്ങളിലേക്ക്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ പ്രചോദിതരായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭിന്നശേഷിക്കാർക്ക്, പ്രത്യേകിച്ച് ബധിരർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുമായി ഇവർ നിസ്വാർത്ഥമായ സേവനം നൽകുന്നു. ആംഗ്യഭാഷയിൽ പരിശുദ്ധ കുർബാന, കുമ്പസാരം, മറ്റു കൂദാശകൾ, വിവാഹത്തിന് മുൻപുള്ള കോഴ്സുകൾ, മതബോധനം, ബൈബിൾ പഠനങ്ങൾ, ധ്യാനങ്ങൾ, ധാർമ്മിക ക്ലാസുകൾ, കൗൺസിലിംഗ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, കോടതികൾ മുതലായവയിൽ ആംഗ്യഭാഷ വ്യാഖ്യാനത്തിലൂടെയും ആദം മിനിസ്ട്രി ബധിര സമൂഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, ആംഗ്യഭാഷയിൽ വിശുദ്ധ കുർബാന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏവർക്കും ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നത്. അതെ, സ്നേഹത്തിൻ്റെ സുവിശേഷം വിളമ്പുന്ന ഒരിടം. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് കൈത്താങ്ങാകുവാൻ, കയ്യിലൊന്നും അവശേഷിക്കാത്ത പട്ടിണി പാവപ്പെട്ടവൻ്റെ കയ്യിലെ മാണിക്യമാകുവാൻ വിളിക്കപ്പെട്ട ഒരു വിശിഷ്ടമായ ദൈവവിളിയുടെ വഴിത്താരകളെക്കുറിച്ചാണ് ഇന്ന് ഷെക്കീന ന്യൂസ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം, പ്രിയേഷ് അച്ഛൻ. പ്രിയേഷ് അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടിട്ടുള്ള ഇൻ്റർവ്യൂസിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയേഷ് അച്ഛൻ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ ബധിര സമൂഹത്തിന് വേണ്ടിയും കൂടെ ഇന്നിവിടെ തർജ്ജമ ചെയ്ത് പറയുകയാണ്. ദൈവവിളികൾ എല്ലാം വ്യത്യസ്തങ്ങളാണ്. അതുപോലെ ഒരു വിളിയാണ് ബഹുമാനപ്പെട്ട പ്രിയേഷ് അച്ഛൻ്റെ ആ വിളി എന്ന് പറയുന്നത്. നമുക്ക് പ്രിയേഷ് അച്ഛനോട് തന്നെ ചോദിച്ചറിയാം, ഇങ്ങനെ ഒരു ദൈവവിളി, അതായത് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറുവാനുള്ള ഈ ഒരു ദൈവവിളി അച്ഛനെ എങ്ങനെ ലഭിക്കുകയുണ്ടായി? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മിനിസ്ട്രിയിലേക്ക് കടക്കുവാനുള്ള പ്രചോദനം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള പ്രേക്ഷിതരെ, ഈ ഒരു മിഷൻ ഞാൻ സ്വീകരിക്കുവാനായിട്ട് അതിൻ്റെ കാരണമായിട്ട് മാറാൻ എൻ്റെ അങ്കിള്, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ്, അദ്ദേഹം ഡഫായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഈ അങ്കിളിൻ്റെ ലൈഫ് കണ്ട് വളർന്നു വന്നയാളാണ്. അപ്പോൾ പിന്നീട് ഫാമിലി ലൈഫിലേക്കൊക്കെ അങ്കിള് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്രണ്ട്സും ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ അവരുടെ ലൈഫിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിഫിക്കൽട്ടീസ് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഇവരുടെ ലൈഫിന് ഒരു സ്പിരിച്വൽ ഹെൽപ്പ്, ഒരു സപ്പോർട്ട് വേണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അത് 2001 എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയൊരു സ്പിരിറ്റ് വരാനായിട്ട് ഇടയായത്. 2001 എൻ്റെ ഉള്ളിലേക്ക് വന്ന ഈ ഒരു സ്പിരിറ്റ് 2003 ഞാൻ വൈദികനായിട്ട് മാറുന്നത്. 10 വർഷം ഞാൻ ഹിയറിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സർവീസ് ചെയ്തു. 2013 ഡിസംബറിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയം എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ദൈവം ഈ ചിന്തകൾ നൽകി. എന്തുകൊണ്ട് ഞാൻ ബധിര ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബിഷപ്പായ ജോർജ് വലിയമറ്റം പിതാവിനെ കണ്ട് എൻ്റെ ചിന്തകൾ ഞാൻ പങ്കുവച്ചു.
പിതാവ് എനിക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കുവാനുള്ള പെർമിഷൻ നൽകി. അങ്ങനെ ഞാൻ ബോംബെ AYJNIHS എന്ന യൂണിവേഴ്സിറ്റിയിൽ സൈൻ ലാംഗ്വേജ് പഠിച്ചു. രണ്ട് വർഷങ്ങൾ ഞാൻ അവിടെ ചേർന്നു. 2016 പഠനം പൂർത്തിയാക്കി ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. ആ സമയം തന്നെ ബോംബെയിൽ ബധിര വിശ്വാസ സമൂഹത്തിന് ബലി അർപ്പിക്കുവാൻ, ധ്യാനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഒക്കെ എനിക്ക് അവസരം ലഭിച്ചു. അച്ഛൻ്റെ ഒരു മിനിസ്ട്രിയാണ് ആദം മിനിസ്ട്രി. ആദം മിനിസ്ട്രിയിലൂടെ നിരവധി ബധിര സമൂഹത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അച്ഛൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വലിയ ഒരു ശുശ്രൂഷയാണ് വചനം എത്തിച്ചു കൊടുക്കുക, കൂതാശകൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് അച്ഛന് ഷെയർ ചെയ്യാനുണ്ടാവും, ഒന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാമോ? 2017 നമ്മൾ ബധിര ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആദം മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ തലശ്ശേരി ബിഷപ്പായിട്ടുള്ള ജോർജ് ഞെർളക്കാട്ട് പിതാവാണ് ഈ മിനിസ്ട്രി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ മദർ ഹോം ധ്യാന സെൻറ്ററിലാണ് 2017 ഒഫീഷ്യലായിട്ട് ഈ മിനിസ്ട്രി ഇനാഗ്രേഷൻ ചെയ്തത്. അതിന് മുമ്പ് തന്നെ 2016 തന്നെ ബഹുമാനപ്പെട്ട ആശാരിപ്പറമ്പിലച്ഛൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ മദർ ഹോമിൽ ബധിര ധ്യാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ബധിര ആളുകൾ അതിൽ വന്ന് പങ്കുചേർന്നു. ഫസ്റ്റ് റിട്രീറ്റിൽ തന്നെ 150 മുകളിൽ ആളുകൾ പങ്കുചേർന്നു. പിന്നീട് ഈ ആദം മിനിസ്ട്രി എന്നുള്ളത് നമ്മൾ വയനാട്, ബാംഗ്ലൂർ, അതുപോലെ ബോംബെയിൽ നേരത്തെ തന്നെ ഞാൻ അതിൽ ജോയിൻ്റ് ആയിരുന്നു. അവിടെയുള്ള ഗ്രൂപ്പാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഡഫ് ഫെയ്ത്ത്ഫുളിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോംബെ ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ഫസ്റ്റ് ഡഫ് ഫെയ്ത്ത്ഫുളിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലക്കോടുള്ള ബധിര വിശ്വാസ ബൈബിൾ സൊസൈറ്റിയാണ്. അപ്പോൾ 2003 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ 2016 തിരികെ വന്ന് ഈ ഗ്രൂപ്പിൽ എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഒരു സെൻറ്റർ ഒഫീഷ്യലായിട്ട് നമ്മളവിടെ ഇനാഗ്രേറ്റ് ചെയ്തു. അവിടെ സെൻറ്റ് മേരീസ് സിസ്റ്റേഴ്സിൻ്റെ സ്കൂളുണ്ട്, സെൻറ്റ് മേരീസാണ് ആ സ്കൂളിൻ്റെ നെയിം. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ. എല്ലാ ഫസ്റ്റ് സൺഡേയിലും തേർഡ് സൺഡേയിലും അവിടെ ഡഫായിട്ടുള്ള നമ്മുടെ ആളുകൾ ഒരുമിച്ച് കൂടും. വിശുദ്ധ കുർബാന, കുമ്പസാരം, അതുപോലെ ബൈബിൾ ക്ലാസ്സുകൾ, ഷെയറിങ്, അങ്ങനെ വിവിധ പ്രോഗ്രാമുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കും. മറ്റ് സെൻറ്റേഴ്സിലും അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള സർവീസ് നമ്മൾ നടത്തുന്നുണ്ട്. അച്ഛാ, ഇങ്ങനൊരു മിനിസ്ട്രി ചെയ്യാൻ പോകുമ്പോൾ അച്ഛന് കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ചിലപ്പം ആദ്യമായിട്ട് തന്നെ ഏതെങ്കിലും കൂതാശകൾ സ്വീകരിക്കാത്ത ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുമ്പോഴുള്ള അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഫസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ റിട്രീറ്റ് മദർ ഹോമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മൾ എല്ലാവരും വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. കേരളത്തിന് പുറത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയം ഒരു മലയാളം സംസാരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. കാരണം എന്താണ്? നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അതുപോലെ ദൈവവിശ്വാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബധിര സമൂഹത്തിലുള്ള ആളുകൾ സ്വന്തം മദർ ടങ്ങായ സൈൻ ലാംഗ്വേജിൽ തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച്, ലോക രക്ഷകനായ ഈശോയെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാം വിവിധ വിശ്വാസ ടോപ്പിക്കുകൾ തങ്ങളുടെ ലാംഗ്വേജിൽ മനസ്സിലാക്കുവാൻ തുടങ്ങിയത് ആദം മിനിസ്ട്രിയിലൂടെ നമ്മൾ ദൈവ സ്നേഹത്തെ പകർന്നു കൊടുക്കുമ്പോൾ മുതലാണ്. 70 അല്ലെങ്കിൽ 60 വയസ്സുള്ള ആളുകൾ ആദ്യമായി തങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ ദൈവത്തെ മനസ്സിലാക്കുന്ന,
ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന കൂദാശകൾ എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ച് കുമ്പസാരം എന്ന വിശുദ്ധ കൂദാശ മനസ്സ് പൂർണ്ണമായും ദൈവത്തിലേക്ക് ചേർത്ത് പൂർണ്ണമായും തങ്ങളുടെ കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് അവബോധത്തോടു കൂടെ പാപങ്ങളെ ഓർത്ത് അനുതാപത്തോടു കൂടി കുമ്പസാരിച്ച് വിശുദ്ധിയോടു കൂടി ബലി അർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച സമയമായിരുന്നു സ്റ്റാർട്ടിംഗ് ഉള്ള എല്ലാ പ്രോഗ്രാമുകളും. അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഫാമിലിയിൽ വന്ന മാറ്റങ്ങൾ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ കുടുംബത്തിന്, സമൂഹത്തിന്, വ്യക്തിപരമായിട്ടൊക്കെ ഒത്തിരി നന്മകൾ, പ്രോഫിറ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അച്ഛൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ ആരംഭിച്ചതേ ഉള്ളൂ, എങ്കിൽ തന്നെ അച്ഛൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ തന്നെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. എനിക്ക് തന്നെ ഒരു അനുഭവമായിരുന്നു അച്ഛൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ചോദ്യത്തിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അച്ഛാ, ഇത്രയും 70 വയസ്സുള്ള ആളുകൾക്ക് ആദ്യമായി അവരുടെ കൂദാശ അവർക്ക് കിട്ടിയപ്പോൾ, അവർക്കത് അനുഭവത്തിൽ അവർക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞപ്പോൾ, കുമ്പസാരമൊക്കെ പ്രായശ്ചിത്തമൊക്കെ അവർക്ക് ചെയ്യാൻ നമുക്ക് അച്ഛന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ ഈ ഒരു സൈനിലൂടെ അവർക്കത് പറഞ്ഞു കൊടുത്ത് അവരെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനുള്ള ആ വിശ്വാസമൊക്കെ എത്ര മനോഹരമായി തന്നെ അച്ഛന് ചെയ്യാൻ കഴിയുന്നു എന്നത് ഏറ്റവും വലിയ പ്രശംസനീയ അർഹമാണ്. അതുപോലെ തന്നെ അച്ഛാ, ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, അച്ഛാ ഈ വിശുദ്ധ കുർബാനയൊക്കെ അച്ഛൻ്റെ കുർബാന കണ്ടിട്ടുണ്ട്, ഈ ഒരു സമൂഹത്തിന് വേണ്ടി ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അന്നാ പെസഹായുടെ ഒരു ആദ്യത്തെ ഒരു ഭാഗം അച്ഛൻ ചൊല്ലിക്കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അതൊന്ന് പകർന്നു കൊടുക്കാമോ? അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. കേൾവിയുള്ളവരെ പോലെ തന്നെയാണ് നമ്മുടെ ബധിര സമൂഹവും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന അച്ഛൻ പ്രവർത്തിക്കുന്ന മേഖലയും. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും മാരേജ് സംബന്ധമായ, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പിന്തുണയുമായിട്ട് നമ്മൾ ചെയ്യാറുണ്ടോ? വേറെ എന്തെങ്കിലും മിനിസ്ട്രികൾ അതോടൊപ്പം ചെയ്യാറുണ്ടോ? POCയിൽ പ്രവർത്തിക്കുന്ന KCBC ഫാമിലി കമ്മീഷൻ പ്രോഗ്രാമിനോട് ചേർന്ന് CDAI കാത്തലിക് ഡഫ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വർക്ക് ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും മെമ്പേഴ്സും ചേർന്ന് KCBC ഫാമിലി ഡയറക്ടർ അച്ഛൻ്റെ ലീഡർഷിപ്പിൽ ബധിരരായിട്ടുള്ള യൂത്തിന് മാരേജ് പ്രിപ്പറേഷൻ പ്രോഗ്രാം 2018 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ഓൾ കാറ്റഗറിയിലെ ഡഫ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് ഡഫായിട്ടുള്ളവർക്ക് ഫാമിലി ലൈഫിനെ കുറിച്ച്, മാരേജ് ലൈഫ്, ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള അവയർനെസ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടെ 2 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ നൽകുന്നത്. വിവിധ ടോപ്പിക്കുകൾ ഹിയറിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ളതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നല്ല ഇൻ്റർപ്രിട്ടേഷൻ ഇപ്പോൾ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ നൽകി യൂത്തിന് ഒരു അവയർനെസ് ഫാമിലി ലൈഫിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഈ ഡഫായിട്ടുള്ള യൂത്തിന് നല്ല ലൈഫിൻ്റെ പാർട്ട്ണറെ കണ്ടെത്തുവാനായിട്ട് ഒരു മാരേജ് ബ്യൂറോ നമുക്ക് അന്വേഷണത്തിനുള്ള ഒരു ഹെൽപ്പ് കൂടി POCയിലെ KCBC ഫാമിലി കമ്മീഷൻ നമുക്ക് നൽകുന്നുണ്ട്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമായതെല്ലാം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയുടെ അതേ വചനത്തിലെ ഊന്നി പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ മിനിസ്ട്രിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു. ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാം എല്ലാ പ്രേക്ഷകരുടെ പേരിലും അച്ഛന് നന്ദി പറയുന്നു. വിശുദ്ധി തൻ പളുങ്കു പാത്രമേ, വിലയാർന്ന മൺകുടമേ,
വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ.